നോക്കണോടാ. ഒന്ന് അവിടെ ഒരു വൻമതിൽ, ഇപ്പുറത്ത് ഒരു ഗേറ്റ്, ഇവിടെ 10,000 പോലീസ്. ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കുമായിരിക്കും. ബ്രിട്ടീഷുകാരെ അതുപോലെ പണ്ട് കണ്ടപ്പോൾ നിങ്ങൾ ചെരുപ്പ് നക്കി. ഞങ്ങൾ അവർക്ക് നേർ നടന്നു നീങ്ങി പുന്നപ്രയിലും വയലാറിലും ലോകത്തെമ്പാടും വെടിയേറ്റു വാങ്ങി. ആ ചരിത്രമാണ് ഞങ്ങളുടെ. ഞങ്ങളെ പേടിപ്പിക്കുന്നു. പോലീസ് എന്ന് കേട്ടാൽ ഞങ്ങൾ പേടിക്കുമെന്ന് കരുതിയോ? 40 പേർ കഴിഞ്ഞ ആഴ്ച പോയി. ഇനി 4000 പേരെ ജയിലിലടച്ചാലും ഞങ്ങൾ ശിവപ്രസാദിനെതിരെയല്ല, ഈ നാട്ടിലെ അർലേക്കറെയും നരേന്ദ്രമോദിയെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. അതുകൊണ്ട് അമ്മാതിരി പേടിപ്പിക്കലൊന്നും വേണ്ട. ഞങ്ങൾ ആ സമരസജ്ജരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. തീർച്ചയായും ഈ 13-ാം തീയതി ഞങ്ങൾക്ക് ശിവപ്രസാദിൽ നിന്ന് അറിയേണ്ടത് ഈ സർവകലാശാലയുടെ മുന്നോട്ട് പോക്കാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്, ഗവൺമെന്റിൻ്റെതാണ്. ഇവിടെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ചാൻസലറാണ് എല്ലാം. RSSകാരായ ചിലരെ ചാൻസലറാണ് എല്ലാം. ഈ ചാൻസലറെ, ഗവർണറായിട്ടുള്ള ചാൻസലറെ ചാൻസലറാക്കിയത് ആരാ? ഭരണഘടനയാണോ? കേരളത്തിന്റെ നിയമസഭയാണ്. KTU സർവകലാശാല ആരുടെയാ? സ്റ്റേറ്റിന്റെ സർവകലാശാലയാ. ഈ നാട്ടിലെ എന്റെയും നിങ്ങളുടെയും അച്ഛനമ്മമാർ പണിയെടുത്ത് അതിന്റെ നികുതി പണം കൊണ്ടുണ്ടാക്കിയതാണ് ഈ ഓരോ കാണുന്ന തോളും ഈ കാണുന്ന എല്ലാ അമ്പരചുംബികളായ കെട്ടിടങ്ങളും. ഇത് സ്റ്റേറ്റിന്റെ സർവകലാശാലയാ. ആ സ്റ്റേറ്റിന്റെ സർവകലാശാലയെ അകമേവെ പൊളിക്കാനുള്ള RSS അജണ്ടയാണ് ഇതിനുള്ളിലിരിക്കുന്ന RSSകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ ജീവിതം ഇല്ലാതാക്കി വിദ്യാർത്ഥികളെ ഈ നാടിനെതിരെ തിരിക്കാനുള്ള ഇവരുടെ ഗൂഢമായ അജണ്ടക്കെതിരെയാണ് ഞങ്ങളുടെ സമരം. 13-ാം തീയതി ഇതിന്റെ മേലിൽ തീരുമാനം ശിവപ്രസാദ് എടുക്കുന്നില്ല എങ്കിൽ ഈ സർവകലാശാലയുടെ ഇയർ ഔട്ട് സംവിധാനം പൂർണ്ണമായും എടുത്തു മാറ്റുന്ന തീരുമാനം 13-ാം തീയതി ഉണ്ടാകണം. അതില്ല എങ്കിൽ ശിവപ്രസാദിന് പിന്നീട് എളുപ്പത്തിൽ KTU സർവകലാശാലയിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഇവിടെ അനിശ്ചിതകാലമെങ്കിൽ അനിശ്ചിതകാലം അടിയന്തര സമരത്തിലേക്ക് ഞങ്ങൾ പോകും. ഇയർ ഔട്ട് സിസ്റ്റം മാറ്റുന്നത് വരെയും ഞങ്ങൾ സമരരംഗത്തുണ്ടാകും എന്ന് അടിവരയിട്ട് പറയുകയാണ്. പുതിയ VC, പുതിയ രജിസ്ട്രാർ, പുതിയ ProVC, പുതിയ എക്സാം കൺട്രോളർ ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നയങ്ങൾക്കെതിരെയുള്ള സമരരംഗത്ത് ആ സമരത്തെ വിജയിപ്പിക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കുമെന്ന് ഈ സമര വിജയത്തിന്റെ ഭാഗമായി, ഈ തീരുമാനങ്ങളുടെ ഭാഗമായി ഇവിടെ അറിയിക്കുകയാണ്.